ശ്രീ ലളിതോപാഖ്യാനം എന്റെ കണക്കിൽ 18ാമത്തെ കക്ഷയാണ്. അപ്പോ ഈശ്വരിയുടെ നിശ്ചയം നമ്മളെ 18 ക്ലാസ്സുകളിൽ ഈശ്വരിയുടെ കഥ കേൾക്കുവാൻ ഒരു അനുവാദം നമുക്ക് തന്നു. അങ്ങനെയൊക്കെ പഠിക്കണം. ഈശ്വരിയുടെ അനുവാദം ഇല്ലെങ്കിൽ ഈശ്വരിയുടെ കഥ കേൾക്കില്ല, കേട്ടാലും മനസ്സിലാവില്ല, കേൾക്കുന്നതിൽ രുചി ഉണ്ടാവില്ല, കേൾക്കുന്നവന് മാത്രമല്ല പറയുന്നവനും രുചി ഉണ്ടാവില്ല. അപ്പോൾ അതിന്റെ അർത്ഥം ശ്രീ ലളിതോപാഖ്യാനം എന്ന് പറയുന്ന ഈ യാത്രയിൽ നമ്മോടൊപ്പം ഈശ്വരിയും ഉണ്ട് എന്ന് തന്നെയാണ്. അതൊരു അറിവല്ല, അതൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് ആർക്കുണ്ടോ അവരുടെ ചുണ്ടിൽ എപ്പോഴും ഒരു മന്ദസ്മിത ഉണ്ടാവും. അല്ലാത്തവർക്ക് എപ്പോഴും സംശയമായിരിക്കും. ഈശ്വരയുടെ കാര്യത്തിൽ സംശയത്തിന് സ്ഥാനം ഉണ്ടാവരുത്. സംശയാത്മാ വിനശ്യതി എന്ന് ജഗദ്ഗുരുവായ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ഒന്ന് ഓർത്തിരിക്കുന്നതും നല്ലത് തന്നെ. കാരണം ഈശ്വരിക്കറിയാം ഒരു ഭക്തൻ തന്നെ എന്തിനാണ് ഉപാസിക്കുന്നത് എന്നുള്ളത്. തൻ്റെ രഹസ്യം അറിയുവാനാണ്, കാണുവാനാണ്, അനുഭവിപ്പാനാണ്. ഈശ്വരിയുടെ രഹസ്യം ഈശ്വരനാണല്ലോ. അപ്പോ ഈശ്വരിയേക്കാൾ അഹങ്കാരിയായി മറ്റാരും തന്നെ ഇല്ല. അത് കുറച്ച് കടന്ന സ്റ്റേറ്റ്മെന്റ് അല്ലേ? അങ്ങനെയൊക്കെ പറയാവോ? ഞാൻ പറഞ്ഞല്ലേ, ഈശ്വരനെ പറഞ്ഞിട്ടുള്ളതാ. ആദിശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് സൗന്ദര്യലഹരിയില്, അഹോ പുരുഷിക, അഹോ പുരുഷിക. ആ പുരുഷന്റെ അഹങ്കാരാണ് ഞാൻ എന്നാ പറഞ്ഞിട്ടുള്ളത്. പുരുഷന്റെ അഹങ്കാരം ഞാനാണെന്നാണ്. അപ്പൊ എന്റെ അഹങ്കാരത്തെ വല്ല അഞ്ഞി ആരടാ എന്നാണ് ദേവി മഹാത്മ്യത്തില് ബണ്ടനോടൊക്കെ ഭഗവതി ചോദിക്കുന്നത്. എടാ, ഞാനേ അഹങ്കാരിയാ, എന്നെക്കാൾ വലിയ അഹങ്കാരം എന്നാ കാണല്ലോ. ശരി. അപ്പോ ഈശ്വരിക്ക് അറിയാം എന്തിനാണ് തന്നെ ഒരാൾ ഉപാസിക്കുന്നത്. താൻ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യത്തെ തുറന്നു നോക്കാനാണ്, അനുഭവിപ്പാനാണ് ഈ പണിയൊക്കെ ഇവർ ചെയ്യുന്നതെന്ന് അറിയാം. അപ്പൊ കുറെ പരീക്ഷിച്ചു തന്നെയാണ്. യോഗ്യത ഉണ്ടെങ്കിൽ തന്നെ ആ രഹസ്യമൊക്കെ കാണിച്ചു തരുള്ളൂ. അങ്ങനെ തന്നെ അല്ലേ? ശരി. അപ്പോ എന്നാൽ തീരെ അങ്ങോട്ട് കാണിച്ചു തരില്ല എന്നുള്ളതല്ല, കുറച്ചായിട്ട് ഇങ്ങനെ അയച്ചു വിടും. നിങ്ങൾക്ക് അതിന് ഓടാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ഓടുക, തുറന്നു നോക്കാൻ യോഗ്യത ഉണ്ടെങ്കിൽ തുറന്നു നോക്കുക. ചിലപ്പോൾ ചെറിയ അടി കിട്ടും. അയ്യോ, ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് അടി കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ആരെങ്കിലും സങ്കടപ്പെട്ട് പോവുകയാണെങ്കിൽ ഈശ്വരിക്ക് സന്തോഷമായി. പൊക്കോട്ടെ, മനസ്സിലായി, പൊക്കോട്ടെ, യോഗ്യത ഇല്ല. ശരി. അപ്പോ നമുക്ക് ഏതായാലും മുടങ്ങാതെ, അതല്ലെങ്കിൽ 18 ദിവസങ്ങളിലായി ഈശ്വരിയുടെ കഥ കേൾക്കുവാനുള്ള ഒരു ഭാഗ്യമുണ്ടായി എന്ന് മാത്രം. ശരി. നമ്മളിവിടെ കഴിഞ്ഞ ആഴ്ച അവസാനം എങ്ങനെയാണ് ലളിത അഥവാ മോഹിനി രൂപത്തിൽ മോഹിനി ലളിതയായി വന്നത്, അഥവാ ലളിത മോഹിനിയായി വന്നത് എന്ന കാര്യവും, ആ രൂപം കാണുവാൻ തനിക്ക്, അതായത് നാരദന്റെ വിശേഷണങ്ങൾ കേട്ട് ആ രൂപം, മോഹിനി രൂപം ഒന്ന് കാണണം എന്ന ഒരു ഇച്ഛ ശിവനിലും കൈലാസപതിക്ക് ഉണ്ടാവുകയും കൈലാസാധിപതി മഹാവിഷ്ണുവിനെ കാണുവാൻ ചെന്നതും തൻ്റെ ഭാര്യയോടൊപ്പം ചെന്നതും ശേഷം മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിക്കുന്നതും, തുടർന്ന് മഹാവിഷ്ണു അതിസുന്ദരമായ, അതിദുർലഭമായ, വാക്കുകൾക്കും മനസ്സിനുമെല്ലാം ഗോചരമല്ലാത്ത അതിദിവ്യമായ രൂപത്തെ കാണിച്ചു കൊടുത്തതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞിരുന്നില്ല, പക്ഷെ അതെങ്ങനെയാ പറയണോ വേണ്ടേ, സത്യം പറഞ്ഞാൽ ഒരുപാട് ആലോചിച്ച ശേഷമാണ്
കഴിഞ്ഞ ആഴ്ച. അത് അങ്ങനെ അങ്ങ് പറയാം, ഒരു നിങ്ങൾക്ക് ഭാവനയിൽ കാണാനുള്ള ഒരു സന്ദർഭം തരാം, ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞു തന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ ഭാഗം ഉണ്ടല്ലോ, മോഹിനിയെ വർണ്ണിക്കുന്ന ഈ ഭാഗം, ത്രിപുരസുന്ദരിയിലെ ലളിതയെ വർണ്ണിക്കുന്ന ഈ ഭാഗം പദങ്ങളുടെ ഘടന കൊണ്ടും അക്ഷരങ്ങളുടെ വിന്യാസം കൊണ്ടും ഒക്കെ അതി സുന്ദരവും ലാവണ്യയുക്തവും കാവ്യഭംഗി തുളുമ്പുന്നതുമാണ്. അപ്പൊ ആ പദങ്ങളെ ഒന്ന് അതിശീഘ്രം പറ്റുകയാണെങ്കിൽ ഒന്ന് ലഘുമായി ഒന്ന് പരിചയപ്പെടുത്താം എന്ന് കൂടി പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഭാഗമാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ സ്പീഡിൽ പോയേക്കാം. നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാം, അതല്ലെങ്കിൽ കേട്ടിരുന്നാലും മതിയാവും. കേട്ടിരുന്നാൽ തന്നെ അത് മതി. പിന്നെ സമയം പോലെയൊക്കെ എഴുതിയെടുക്കാനുള്ള കാര്യങ്ങൾ നോക്കിക്കോളൂ. 48 ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞത്. 49ാമത്തെ ശ്ലോകം മുതലാണ് തുടങ്ങുന്നത്. അതാണ് അഥവാ ശർവോപി സർവത ചക്ഷുർ മുഹുർ വ്യാപാരയൻ ക്വചിത് അദൃഷ്ടപൂർവം ആരാമം അഭിരാമം വിലോകയത് തുടങ്ങി അവിടുന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. ശ്ലോകം ഓർമ്മയുണ്ടല്ലോ, 49ാമത്തെ ശ്ലോകം മുതലുള്ള അതിന്റെ എങ്ങനെയാണ് ലളിത അഥവാ മോഹിനി തൻ്റെ അനവദ്യസുന്ദരമായ സൗന്ദര്യത്തെ ശിവന് കാണിച്ചു കൊടുത്തത് ആ സുന്ദര രൂപം എങ്ങനെയുള്ളതായിരുന്നു എന്ന് ലളിതോപാഖ്യാനകാരൻ എന്താണ് പറയുന്നത്, അതാണ് നമുക്ക് നോക്കാം. പറയാണ് അദൃഷ്ടപൂർവം. മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല, അതാ മുമ്പ് ഒരിക്കലും ഒന്നും കണ്ടിട്ടില്ല. അഭിരാമം, ഈ വാക്കുകളൊക്കെ നല്ലതുപോലെ കേട്ടുള്ളൂ കേട്ടോ. അഭിരാമം, അതിമനോഹരമായത്, അഭിരമിപ്പിക്കുക. ഈ രമിക്കുകയും രമിക്കുക, അഭിരമിക്കുക, ഇങ്ങനെ 2 വാക്കുണ്ട്. രമിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ആനന്ദിക്കുക, ആസ്വദിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് അല്ലേ? അനുഭവിക്കുക എന്നർത്ഥമുണ്ട്. അഭിരമിക്കുക എന്ന് പറഞ്ഞാൽ രമിക്കുന്നതിന്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ച് രമിക്കുന്നതിന് പറയുന്ന പേരാണ് അഭിരമിക്കുക. എല്ലാ സാധ്യതകളെയും, മനസ്സിലായി? അതിനെയാണ് അഭിരമിക്കുക എന്ന് പറഞ്ഞാൽ. ശരി, ഇവിടെ അഭിരമിപ്പിക്കുന്നത് എന്നർത്ഥം. ശരി. വികസത് കുസുമ ശ്രേണി വിനാദി മധുപാളികം. പദങ്ങൾ നോക്കിക്കോളൂട്ടോ. വികസത് കുസുമ ശ്രേണി വിനാദി മധുപാളികം. നല്ലതുപോലെ വിടർന്ന പൂക്കളുടെ നിരനിര. ആ നിരകളിൽ എന്താണ്? വിനാദി, അതായത് നല്ലതുപോലെ നാദങ്ങളെ ഉണ്ടാക്കുന്ന, അതായത് മൂളി പറക്കുന്ന മധൂപം എന്ന് പറഞ്ഞാൽ വണ്ടുകൾ. അതിമനോഹരമായ പൂക്കളുടെ നിരനിരകൾ, നല്ലതുപോലെ വിടർന്ന പൂക്കളുടെ നിരനിരകൾ. ആ വിടർന്ന പൂക്കളുടെ നിരകളിൽ നല്ലതുപോലെ മൂളിപ്പറക്കുന്ന വണ്ടുകൾ. നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ഇന്നേ വരെ ജീവിതത്തിൽ ഇല്ലാത്തതും അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ഉദ്യാനത്തെയാണ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. വണ്ടുകളോട് കൂടിയതും ചമ്പക സ്തബകാമോദ സുരഭീകൃത ദിക്തടം. നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടാവില്ലേ, ടെക്സ്റ്റ് ഉണ്ടാവില്ലേ? അത് വരച്ചോളൂ. ചമ്പക സ്തബകാമോദ സുരഭീകൃത ദിക്തടം. അഥവാ ചമ്പകം, സ്തബകം എന്ന് പറഞ്ഞ പൂവിന്റെ പൂങ്കുല, ചെമ്പക പൂക്കളുടെ പൂങ്കുലകൾ. അതിന്നുണ്ടാകുന്ന സുഗന്ധം കൊണ്ട് നിറഞ്ഞ, ചെമ്പകപ്പൂക്കളുടെ സുഗന്ധം കൊണ്ട് നിറഞ്ഞ ദിക്കുകളോട് കൂടിയതും മാഗന്ധ വൃന്ദ മാധ്വീക മാദ്യദുല്ലോല കോകിലം. മാഗന്ധ വൃന്ദ മാധ്വീക മാദ്യദുല്ലോല കോകിലം. മാഗന്ധം എന്ന് പറഞ്ഞാൽ അറിയാലോ, തേന്മാവ്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നല്ലോ തേന്മാവ്. തേന്മാവിന്റെ പൂങ്കുല. ആ പൂങ്കുലകളുടെ മാധ്വീകം എന്ന് പറഞ്ഞ തേന്.
തേനുണ്ട്, അതായത് തേന്മാവിന്റെ പൂങ്കുലകളിലെ തേനുണ്ട് മതിച്ച് നടക്കുന്ന കുയിലുകളോട് കൂടിയത്. മാന്തളിർ തിന്നു മതിച്ചോരിളങ്കുയിൽ എവിടെയോ പോയിട്ടുണ്ട് അല്ലെ. ഇത് ഇത് തന്നെ അതിന്റെ തേൻ, ആ തേനുണ്ട് മതിച്ച് നടക്കുന്ന കുയിലുകൾ. അശോക മണ്ഡലീകാണ്ഡ സതാണ്ഡവ ശിഖണ്ഡികം. അശോക മണ്ഡലീകാണ്ഡ സതാണ്ഡവ ശിഖണ്ഡികം. അശോകവൃക്ഷങ്ങളുടെ മുകളിൽ നൃത്തം വെക്കുന്ന ശിഖണ്ഡി അഥവാ മയില്. ശിഖണ്ഡി എന്ന് പറഞ്ഞ മയില്. അയ്യോ, മയിലിന്റെ പേരാണ് ശിഖണ്ഡി. ആ, ശിഖയുള്ളത് കൊണ്ട്. ശിഖയുള്ളത് കൊണ്ട്. ശിഖ അല്ലേ, മയിലിന്റെ ശിഖ കണ്ടിട്ടില്ലേ? ഏടെ ഇനി കണ്ടോളൂ, മയിലും ശിഖയൊക്കെ ഉണ്ട്. ആ, മയിലിന്റെ ശിഖയെ മയിലിന്റെ ഏറ്റവും വലിയ ശക്തിയായിട്ട്, മയിലിന്റെ ഏറ്റവും വലിയ സൗന്ദര്യമായിട്ട് നമ്മളെ കാണുന്ന മയിൽ പീലിയാണ് അല്ലെ. എന്നാൽ കവികൾ കാണുന്നത് മയിലിന്റെ ശിഖയെയാണ് മയിലിന്റെ ഏറ്റവും വലിയ ശക്തിയും സൗന്ദര്യവുമായി കാണുന്നത്. ഒരു 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 പ്രമാണമുണ്ട്. അത് യഥാശിഖാമയൂഖാണാം നാഗാണാം മണയോ തഥാ തദ്വത് വേദാംഗശാസ്ത്രാണാം ഗണിതം മൂർധനി സ്ഥിതം. അത് കണക്കിനെ കുറിച്ച് പറയാ. അതായത് ഇതൊക്കെ പണ്ട് കണക്ക് മാഷ് പഠിപ്പിച്ചു തന്നിരുന്നെങ്കിൽ നമ്മളൊക്കെ അന്നേ കണക്കൊക്കെ പഠിച്ചു പോയിരുന്നു. യഥാശിഖാമയൂഖാണാം, എങ്ങനെയാണോ മയിലിന് ശിഖ, നാഗാണാം മണയോ തഥാ, നാഗങ്ങൾക്ക് പാമ്പിന് എങ്ങനെയാണോ മണി, നാഗമണി സങ്കല്പാണ്, എന്തായാലും പോട്ടെ, തതുവത് അതുപോലെ വേദാംഗശാസ്ത്രാണാം, അതുപോലെ വേദാംഗ ശാസ്ത്രങ്ങളിൽ ഗണിതം മൂർധനിസ്ഥിതം, കണക്കാണ് അതിന്റെ ഏറ്റവും മൂർധാവിലുള്ളത്. കണക്കാണ് ഏറ്റവും വലിയ ശാസ്ത്രം എന്നേ നമ്മളെ ഏത് മാഷ് സ്ഫടികത്തിലെ മറ്റേ കൈ പോയ മാഷ് പറഞ്ഞില്ലേ, ആ മാഷ് പറയും കണക്കാണെന്ന്. ശരി. അതേപോലെ ഇവിടെ ശിഖണ്ഡി, അശോക വൃക്ഷത്തിന്റെ മുകളിൽ നൃത്തം വെക്കുന്ന മയിലുകള്. ബൃങ്കാളി രവ ജംഘാര ജിതവല്ലകി നിസ്വനം. അടിവരട്ടോളട്ടോ. ബൃങ്കാളി രവ ഝങ്കാര ജിതവല്ലകി നിസ്വനം. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾ അലോസരപ്പെടരുത്. ഞാൻ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. വേണമെങ്കിൽ കഥ മാത്രം അങ്ങനെ പറഞ്ഞു പോവാം, ഈ അർത്ഥമൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം, എനിക്ക് വിരോധമില്ല. എന്താ നന്നാവുക എന്നൊരു ഇങ്ങനെ തന്നെ പോവാം, അർത്ഥം പറഞ്ഞുകൊണ്ട് പോവാം നമുക്ക്. അത് ശ്രീനിവാസ ശർമ്മയുടെ മാത്രം അഭിപ്രായം ആവുക. പൊതു അഭിപ്രായമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുക. ശരി ശരി, നോക്കൂ. ബൃങ്കാളി രവജംഘാര ജിത വല്ലകി നിസ്വനം. ബൃങ്കാളി അതായത് വണ്ടുകളുടെ കൂട്ടം. കുറെ പേര് കൈ ഉയർത്തിയിട്ടുണ്ട്, അത് ഞാൻ സ്വീകരിച്ചു. ശരി 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 ശരി. ആരൊന്നും കൈ താത്തിയിട്ടില്ലല്ലോ അല്ലെ. ശരി, ആവട്ടെ. അപ്പോ വണ്ടുകളുടെ കൂട്ടത്തിന്റെ രവം, ശബ്ദം കൊണ്ട് തോൽപ്പിക്കപ്പെട്ട വീണയുടെ, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞിരുന്നു. അതായത് വണ്ടുകളുടെ മൂളൽ, വണ്ടിൻ കൂട്ടത്തിന്റെ മൂളൽ കൊണ്ട് പരാജയപ്പെട്ട വീണയുടെ നിസ്വനം. അതായത് വീണാക്വാണത്തെ വെല്ലുന്ന, വീണയെ തോൽപ്പിക്കുന്ന, വീണ മുഴക്കുന്ന ശബ്ദത്തെ പോലും നാണിപ്പിക്കുന്ന, അതിനെ പരാജയപ്പെടുത്തുന്ന ബൃങ്കാളിരവം അഥവാ വണ്ടുകളുടെ കൂട്ടത്തിന്റെ മൂളൽ. അപ്പൊ വണ്ടിൻ കൂട്ടത്തിന്റെ മൂളലിനെ എന്തായിട്ടാ പറയണത്? വീണാരവത്തെ പോലും വെല്ലുന്ന. ഇങ്ങനെ ഒരു ഉപമ നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടാവും. ലളിതാ സഹസ്രനാമത്തിലുണ്ട്. ലളിതാ സഹസ്രനാമത്തിലുണ്ട്.
കച്ഛപി നാണിച്ചു, കച്ഛപിയെ നാണിക്കുന്ന ശബ്ദത്തോട് കൂടിയവൾ എന്നൊരു പ്രയോഗം എവിടെയും കണ്ടുണ്ടോ? ഇല്ലെങ്കിൽ എടുത്ത് നോക്കിക്കോളൂ. കച്ഛപി എന്ന് പറയുന്നത് സരസ്വതിയുടെ വീണയാണ്. ത്രിപുരസുന്ദരി ത്രിപുരസുന്ദരിയുടെ വാക്ക് സാക്ഷാൽ സരസ്വതി ദേവിയുടെ വീണ ഉണ്ടല്ലോ, കച്ഛപി എന്നാണ് ഭഗവതിയുടെ സരസ്വതിയുടെ വീണയുടെ പേര്. സരസ്വതിയുടെ വീണ പോലും നാണിച്ചു പോയി എന്നാ പറഞ്ഞത്. വിനിർഭത്സിത കച്ഛപി, എടി കേട്ടുണ്ടല്ലേ? ആ ശരി 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 ശരി. അപ്പോ തോൽപ്പിക്കേട്ട വീണയുടെ ദർശനത്തോട് കൂടിയതും, അതായത് വീണാനാദത്തെക്കാൾ മധുരമായ വണ്ടുകളുടെ മൂളൽ. പാടലോദാര സൗഭാഗ്യ പാടലീ കുസുമോജ്വലം. പാടലോദാര സൗഭാഗ്യ പാടലീ കുസുമോജ്വലം. പാടലവർണം അറിയാലോ. ഈ പാടലവർണം എന്ന് പറഞ്ഞാൽ വെള്ള കലർന്ന ചുവപ്പിനാണ് പാടലവർണം എന്ന് പറയാ. വെള്ള കലർന്ന ചുമപ്പ്, ഉദിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ചുവപ്പ്. പാടലവർണം ഉള്ളതും സൗഭാഗ്യമുള്ളവുമായ പാതിരിപ്പൂക്കളെ കൊണ്ട് ഉജ്ജ്വലം. അതായത് പാടലീ കുസുമോജ്വലം. പാടലീ കുസുമം എന്നുള്ളതിന് ഇവിടെ അർത്ഥം പാതിരിപ്പൂക്കൾ. എന്താ പാതിരിപ്പൂക്കൾ എന്നൊരു പൂക്കളുണ്ട്. അതായത് നല്ലതുപോലെ മതിലുകളിലും അല്ലെങ്കിൽ അങ്ങനെ പടർന്നു നിൽക്കുന്നതാണ്. തീയിനെ പോലെ അതിന്റെ നിറം കണ്ടിട്ടുണ്ടാവില്ലേ പാതിരിപ്പൂക്കൾ എന്ന് പറഞ്ഞിട്ട്. മലയാളത്തിലുള്ളതാണോ, നമ്മുടെ കേരളത്തിലുള്ളതാണോ? നമ്മുടെ ബൊഗൈൻ വില്ലയൊക്കെ ഉണ്ടല്ലോ, ഏതാണ്ട് അതേപോലെയൊന്നല്ല, അങ്ങനെ പടർന്നു നിൽക്കും. അത് ഏതാണ്ട് അഗ്നിയുടെ നിറമാണ്. അപ്പൊ തീ ഇങ്ങനെ കത്തി നിൽക്കുന്നതാണെന്ന് തോന്നിപ്പോവും ഈ ഈ പാതിരിപ്പൂക്കൾ ഒരുമിച്ച് കണ്ടാൽ. ശരി, അപ്പൊ അവിടെ പറയാണ് ചുമപ്പ് നിറം, അതായത് പാതിരിപ്പൂക്കളെ കൊണ്ട് ഉജ്ജ്വലവും ജ്വലിപ്പിക്കുന്ന ആ മൊത്തം ഉദ്യാനത്തെ ജ്വലിപ്പിക്കുന്നുവോ എന്ന ശങ്കയുളവാക്കുന്നതുമായ പാതിരിപ്പൂക്കളെ കൊണ്ട് നിറഞ്ഞ ഉദ്യാനം. വ്യക്തമായോ? തമാല താല ഹിന്ദാല കൃതമാല വികാസിതം. തമാല താല ഹിന്ദാല കൃതമാല വികാസിതം. തമാലം എന്ന് പറഞ്ഞ പച്ചിലമരം. ഇത് ശുദ്ധമായ മലയാളത്തിലാണ്. പച്ചിലമരം നല്ല ഇലകൾ, വലിയ നീളത്തിലുള്ള ഒരു തരം ഇലകളാണ്. ഒരു എന്താ പച്ച എന്ന് പറഞ്ഞ പച്ചപ്പതിന്റെ ഒരു ആധികത്തില. ഇതൊക്കെ എന്റെ നിങ്ങളുടെയും പറമ്പിൽ പണ്ടുണ്ടായിരുന്നു ഈ പച്ചിലമരൊക്കെ. പിന്നെയാണല്ലോ ഒക്കെ വെട്ടി വെളുപ്പിച്ചത്. അപ്പോ പച്ചിലമരം. അതുപോലെ താലവൃക്ഷം എന്ന് പറഞ്ഞ പന. ഹിന്ദാലം എന്ന് പറഞ്ഞ ഈന്തപ്പന അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ പറയാം ഈന്തപ്പന. ഈ ഈന്തപ്പന മനസ്സിലായില്ലേ? ഈന്തപ്പന പണ്ട് നമ്മുടെ പറമ്പിൽ ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ ഇടക്കാലത്ത് കഴിഞ്ഞൊരു 10-15 വർഷം മുമ്പ് തമിഴന്മാരെല്ലാം വന്ന് വേരോടെ വെട്ടിക്കൊണ്ടുപോയി. എന്തിനാ വെട്ടിക്കൊണ്ടെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. നിങ്ങൾ ഞങ്ങളുടെ കേട്ടിട്ടില്ല? ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മുഴുവനും അതായത് കത്തിക്കാൻ പോലും ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് അച്ഛനൊക്കെ പറഞ്ഞിരുന്നത്. ഈ ഈന്തപ്പനോട് ഒരു ഗുണവുമില്ല, ഒരു കാര്യമില്ല. അപ്പൊ തമിഴന്മാർ ഒരു നല്ല പൈസ കൊടുക്കും, നല്ല പൈസ തരാന്ന് പറയും, വെട്ടിക്കൊണ്ടോളാൻ പറയും. അത് എന്തിനാ ഉണ്ടെന്ന് അറിയില്ല. പിന്നെ പറഞ്ഞു കേട്ടു അത് നല്ല മുള്ളൊക്കെ ഉണ്ട്. അപ്പൊ അത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുള്ള് എന്തിനാ ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ ഇതില്ലേ ച്യൂയിങ് ടുബാക്കോ, എന്താന്ന് പറയാ, ഈ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വായിലിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വീർപ്പിച്ച് വെക്കില്ലേ, അതിൽ ചേർക്കാനാണ്. അത് എന്തിനാന്ന് പറഞ്ഞാൽ അത് ആളുകളുടെ പെട്ടെന്ന് ചോര പൊടിപ്പിക്കത്രേ. രക്തം പെട്ടെന്ന് വന്നാൽ രക്തത്തിൽ ഈ ഇത് കലരുമല്ലോ, പെട്ടെന്ന് കിക്കാവും. അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അറിയില്ല. അതൊക്കെ പഠിച്ചോളൂ. ലളിതോപാഖ്യാനം മാത്രം പഠിച്ചാൽ പോരാ. അപ്പോ ഹിന്ദാലം, കൃതമാലം കൊന്നമരം, കൊന്നമരം. അപ്പൊ എന്തൊക്കെയാ? പച്ചിലമരം, പന, ഈന്തപ്പന, കൊന്നം തുടങ്ങിയ വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞതും പര്യന്ത ദീർഘ പങ്കജ ശ്രീപരിഷ്കൃതം. പദങ്ങളുടെ ഒരു ക്രമം നിങ്ങൾ ശ്രദ്ധിക്കണേ. എങ്ങനെയാണ് ആചാര്യൻ ശബ്ദങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നത്? പര്യന്ത ദീർഘ പങ്കജ ശ്രീപരിഷ്കൃതം. അതിരിലുള്ള പര്യന്തം എന്ന് പറഞ്ഞാൽ അതിര്, അതായത് ഉദ്യാനത്തിന്റെ അതിരിൽ. ദീർഘിക എന്ന് പറഞ്ഞാൽ പൊയ്ക. ദീർഘ പങ്കജശ്രീ എന്ന് പറഞ്ഞ പങ്കജം താമര. താമരകളുടെ നിരകള്,
നിരനിരയായി നിൽക്കുന്ന താമരകളെ കൊണ്ട് അലങ്കരിച്ച പൊയ്കകൾ അതിരിടുന്ന ഉദ്യാനം. മനസ്സിലായി? ശരി. വാത പോത ചല ചാരു പല്ലവോത്ഫുല്ല പുഷ്പകം. വാത പോത ചല ചാരു പല്ലവോത്ഫുല്ല പുഷ്പകം. വാതപോതത്ത, അതായത് വാദം ഇളങ്കാറ്റ്, ഇളങ്കാറ്റ്. ഇളങ്കാറ്റിൽ ചലിക്കുന്ന ഇലകളോട് ഇലകളും വിടർന്ന പുഷ്പങ്ങളും കൂടിയ ഉദ്യാനം. സന്താന പ്രസവാമോദ സന്താനാധികവാസിതം. ഒന്നുകൂടി പറയാം. സന്താന പ്രസവാമോദ സന്താനാധികവാസിതം. ഇത് ശൈലി കൂടി മനസ്സിലാക്കണം കേട്ടോ. സന്താനം എന്ന് പറഞ്ഞ വാക്കിന് ഇവിടെ അർത്ഥം കൽപ്പവൃക്ഷം എന്നാ. കൽപ്പവൃക്ഷം, സന്താനം. ഇതിപ്പോ ആരെ സന്താനത്തെ കുറിച്ചായി പറയണത്? കൽപ്പവൃക്ഷം. 8 തരം കൽപ്പവൃക്ഷം ഉണ്ട്. ഇത് കൽപ്പവൃക്ഷമാണ്. ആകർഷിക്കുന്ന എല്ലാത്തിനെയും ആകർഷിക്കുന്ന പാരിജാത വൃക്ഷത്തിന്റെ ചുവട്ടിൽ. എല്ലാ വൃക്ഷങ്ങളെ പറ്റി പറഞ്ഞു, പൂക്കളെ പറ്റി പറഞ്ഞു, പൊയ്യെ പറ്റി പറഞ്ഞു, മയിലിനെ പറ്റി പറഞ്ഞു, കുയിലിനെ പറ്റി പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറയണം. അവസാനം പാരിജാത വൃക്ഷത്തിന്റെ ചുവട്ടിൽ കാശിത് കാന്ത അദൃശ്യത, അതിസുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു. ഇതുവരെ ഉദ്യാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പൊ ഒരു സ്ത്രീയെ കണ്ടു എന്നെത്തി. ഇനി ഇതിപ്പോ ആരാണ് ആ സ്ത്രീ എന്നുള്ളത് ആണ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പറയാൻ പോകുന്നത്. ആ ഉദ്യാനം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ശരി. അപ്പൊ ഞാൻ ശ്ലോകം നമ്മൾ കഴിഞ്ഞ തവണ ചൊല്ലിയതായതുകൊണ്ട് ഞാൻ അത് ചൊല്ലുന്നില്ല. നോക്കാം. സാ, അവൾ, ആ സുന്ദരി. ബാലാർക്ക പാട്ടലാകാര, ബാലാർക്ക പാട്ടലാകാര, ഉദിച്ചു വരുന്ന സൂര്യന്റെ, ഇളം ചുവപ്പ് നിറഞ്ഞ സൂര്യൻ, ഉദയസൂര്യന്റെ ആകാരത്തോടു കൂടിയവൾ. നവയൗവന ദർപ്പിത, നവയൗവന ദർപ്പിത, അഥവാ യൗവനം കൊണ്ട് മതിച്ചവൾ, യൗവനമാകുന്ന മതം ആവേശിച്ചവൾ. യൗവനത്തെ മതാവസ്ഥയായി കവികൾ കണക്കാക്കാറുണ്ട്. ശരി. ഉദ്ഗൃഷ്ട പത്മരാഘാഭ ചരണാബ്ജ നഖക്ഷട. ഒന്നുകൂടി പറയാം. ഉദ്ഗൃഷ്ട പത്മരാഘാഭ ചരണാബ്ജ നഖക്ഷട. പദം മുറിക്കുമ്പോ ചുക്കുമു, ലഘുതി, പലി എന്ന് പറഞ്ഞ് മുറിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ മുറിച്ച് പറയണത്. ശരി. ഉദ്ഗൃഷ്ടമായ പത്മരാഗം പോലെ എന്നാ പറയാ. അതായത് ഉദ്ഗൃഷ്ട പത്മരാഗം എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ പത്മരാഗ കല്ല് എന്ന് പറഞ്ഞാൽ ഒരു കല്ലുണ്ട് നമ്മുടെ എന്താ നവരത്നങ്ങളിൽപ്പെട്ട ഒന്നാണ് പത്മരാഗം. പത്മരാഗം ചുവപ്പ് നിറാണ്. അപ്പൊ ഈ പത്മരാഗ കല്ല് അതിന്റെ പ്രഭ കൂട്ടാൻ വേണ്ടി ചണയുടെ കല്ലിൽ ഉരച്ച് അതിന്റെ തിളക്കം കൂട്ടും. അങ്ങനെ നല്ലതുപോലെ ഉരച്ച് തിളക്കം കൂട്ടിയ പത്മരാഗ കല്ല്, ആ പത്മരാഗ കല്ലിന്റെ നിറത്തോടു കൂടിയ നഖങ്ങളാൽ അലങ്കരിക്കപ്പെടുന്ന പാദപത്മത്തോടു കൂടിയവൾ. ഭഗവതിയുടെ, മോഹിനിയുടെ പാദങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ പാദപത്മം എന്ന് പറഞ്ഞത് കൊണ്ട് അത് പത്മത്തെ പോലെ ലോലവും മൃദുവുമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. മോഹിനിയുടെ പാദങ്ങൾ പത്മത്തെ പോലെ, താമരയുടെ ഇതള് പോലെ ലോലവും മൃദുവും സുന്ദരവുമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അതിനെ അലങ്കരിക്കുന്നത് ചണ കൊണ്ട് ഉരച്ചുരച്ച് ശോഭ വർദ്ധിപ്പിച്ച പത്മരാഗക്കല്ലിനെ പോലും വെല്ലുന്ന നഖങ്ങൾ, ആ നഖങ്ങളും ഉണ്ട് ഈശ്വരിയുടെ കാലിന്. ലളിതാ സഹസ്രനാമത്തിലെ 19ാമത്തെ ശ്ലോകത്തിൽ ഏടെയും നഖത്തെ കുറിച്ച് പറയുന്നുണ്ടോ ഭഗവതിയുടെ? ഇല്ല. ഇനിയിപ്പൊ ആദ്യം പോയി ചൊല്ലി വരണ്ടില്ല 19ാമത്തെ എത്തണമെങ്കിൽ. സ്മരിക്കുന്ന മാത്രയിൽ തന്നെ സകല പാപങ്ങളും ഇല്ലാതാക്കുന്ന നഖത്തോടു കൂടിയവളെ എന്ന് ഇല്ല. ആലോചിച്ചോ. ഇരുന്ന് ആലോചിക്കാണ് ഏതാണ് ആ ശ്ലോകം.
20ാമത്തെ അറിയാം, ശിഞ്ചാന മണിമഞ്ജീര മണ്ഡിത ശ്രീ പദാംബുജ. അതിന്റെ തൊട്ടുമ്പതിലെ ശ്ലോകം അതായത് ആലോചിച്ചു. 2 ശ്ലോകം. ശരി. യാവകശ്രീ നിർവ്യപേക്ഷ പാദലൗഹിത്യവാഹിനി. യാവകശ്രീ നിർവ്യപേക്ഷ പാദലൗഹിത്യവാഹിനി. യാവകശ്രീ, യാവകശ്രീ എന്ന് പറഞ്ഞാല് യാവകശ്രീ യൗവകശ്രീ യാവകശ്രീ എന്ന് പറയുമ്പോ നമ്മുടെ അരക്ക് എന്നൊരു സംഗതി കേട്ടില്ലേ? അരക്ക് പണ്ട് നമ്മുടെ ഈ ഇപ്പോഴുണ്ട് തോന്നുന്നു, ഈ കോടതിയൊക്കെ സീൽ ചെയ്യുമ്പോ ഒരു എന്താ ഒരു പൂട്ട് അതിന് ചുറ്റി കുറെ തുണിയോട് ചുറ്റിയിട്ട് ഒരു സീൽ ചെയ്യില്ലേ, ഒരു ചുവപ്പ് നിറത്തിലുള്ള സാധനം കൊണ്ട് കത്തിച്ച് സീൽ ചെയ്യും. അരക്കെന്നാ പറയാ. അതിന് ചെമ്പഞ്ഞിച്ചാർ എന്നൊക്കെ പറയും മലയാളത്തിൽ. ചെമ്പഞ്ഞിച്ചാറ്. അപ്പൊ ഇവിടെ അതിന് പറയാണ്. അപ്പൊ അതിന് നിറം എന്താ? ചുവപ്പ് നിറമാണ്. അപ്പോ ചെമ്പഞ്ഞിച്ചാറിന്റെ ആവശ്യമില്ലാത്ത സ്ത്രീകൾ പഴയകാലത്ത് സുന്ദരിമാർ അവരുടെ പാദങ്ങളെ ചെമ്പഞ്ഞിച്ചാറ് കൊണ്ട് അലങ്കരിച്ചിരുന്നു, ചുവപ്പ് നിറാക്കാൻ വേണ്ടിയിട്ട് പാദങ്ങൾ. നിങ്ങൾ ഇപ്പോഴും ബംഗാളിൽ പോയാൽ വിവാഹങ്ങളിലൊക്കെ വിശേഷിച്ചും സ്ത്രീകൾ അവരുടെ കാലിന് ചുറ്റും ഇങ്ങനെ ചുവപ്പ് നിറം കൊണ്ട് അലങ്കരിക്കാറുണ്ട്. ശ്രദ്ധിച്ചോളൂ എപ്പോഴെങ്കിലും. അതെന്താ അത് ഇങ്ങനെ വല്ല കാടന്മാരെ പോലെ അലങ്കരിക്കുന്ന? കാടന്മാരായിട്ടല്ല, ഭഗവതി അനുകരിക്കുകയാണ്. ഭഗവതി ആവാൻ വേണ്ടിയാണ്. കാലിൽ അലങ്കരിച്ചാൽ, കാലിൽ ചെമ്പഞ്ഞിച്ചാറുകൊണ്ട് അലങ്കരിച്ചാൽ ഭഗവതിയാവും. അത് നേരെ ചുണ്ടിലിട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സ്ത്രീകളാവും, ഇന്നത്തെ രീതിയാവും. ആവട്ടെ, എന്തായാലും ഓക്കെ. അപ്പോ അതിന്റെ ആവശ്യമില്ല ഭഗവതി. ചെമ്പഞ്ഞിച്ചാറുകൊണ്ട് പാദങ്ങൾ അലങ്കരിക്കേണ്ട ആവശ്യം വന്നില്ല ഭഗവതി. കാരണം എന്താ? പാദലൗഹിത്യം. അതുകൊണ്ട് ഭഗവതിയുടെ പാദങ്ങൾ തന്നെ എങ്ങനെയാണ്? ചെമപ്പ് നിറമുള്ള പാദങ്ങളായതുകൊണ്ട് ചെമ്പഞ്ഞിച്ചാറ് കൊണ്ട് അലങ്കരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ സുന്ദരമായ പാദങ്ങൾ. കുറെ നേരമായാലും പാദങ്ങളെ കുറിച്ച് പറയണു. ഇതെന്താ, പാദം വിട്ട് പോകുന്നില്ലേ? ഒരു ഭക്തന് ഏറ്റവും ആവശ്യം ഭഗവതിയുടെ പാദങ്ങളാണ്. മനസ്സിലായി ആണല്ലോ അല്ലെ? കേറി പിടിക്കാൻ നല്ലത് കാലല്ലേ? അതുകൊണ്ടാണ് പാദങ്ങളെ കുറിച്ച് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. കല നിസ്വന മഞ്ജീര ക്വണത്കിങ്കിണി മണ്ഡിത. ഒന്നൂടി പറയാം. കല നിസ്വന മഞ്ജീര ക്വണത്കിങ്കിണി മണ്ഡിത. അത് കളകളമായ ശബ്ദത്തോടെ, കളശബ്ദം, അങ്ങനെ ശബ്ദമുണ്ട്, കേട്ടിട്ടില്ലേ? കളവാണി എന്നൊരു ഒരു പ്രയോഗം മലയാളത്തിലുണ്ട്. കളവാണി. ഇത് കളവാണ് എന്നല്ല അർത്ഥം. കളവാണി നല്ലതുപോലെ മനോഹരമായ ശബ്ദത്തിൽ മൊഴിയുന്നവൾ എന്നർത്ഥം. കളവാണി ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം അവ്യക്തമായ, അതായത് അർത്ഥത്തെ കേൾക്കുന്ന മാത്രയിൽ തന്നെ അർത്ഥബോധത്തെ തരാത്ത വാക്കുകൾ പറയുന്നവൾ. കളവാണി, കളനാദം, കളനിസ്വനം എന്നെല്ലാം പറഞ്ഞാൽ, അതുപോലെ കുഞ്ഞുങ്ങളുടെയൊക്കെ അവ്യക്തമായ ശബ്ദം ഉണ്ടല്ലോ, അതെല്ലാം കളനാദമാണ്. അതിനർത്ഥമുണ്ടോ? എന്നാൽ നമ്മളത് ആസ്വദിക്കാറുണ്ടോ ഇല്ലയോ? ഏതെങ്കിലും കുഞ്ഞ് ഉച്ചാന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരിങ്ങനെ നമ്മളും അതേമാതിരി ആവും അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ കൊഞ്ഞപ്പെടാന്നാ പറയാ ഈ നല്ലതുപോലെ സംസാരിക്കാൻ അറിയാത്ത ആൾക്കാരെ. അല്ലെങ്കിൽ ഉണ്ടല്ലോ മുതിർന്നിട്ടും ഞാൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, കൊഞ്ഞപ്പെടാന്നാ പറയാ. അപ്പൊ കുഞ്ഞുങ്ങളെ കണ്ടാൽ നമുക്കും കൊഞ്ഞപ്പെട വരുന്നാ പറയാ. അങ്ങനെയല്ലേ? ചെറിയ കുഞ്ഞുങ്ങളെ കണ്ട എന്തൊക്കെയാ നമ്മൾ മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കുക അല്ലേ? അതെന്തുകൊണ്ട്? അവരുടെ ആ കളനാദത്തെ നമ്മൾ അനുകരിക്കുകയാണ്. അപ്പൊ ആ കളനാദം അതിസുന്ദരമാണ്, ഹൃദയത്തെ ആകർഷിക്കുന്നതാണ്. അപ്പൊ ഹൃദയത്തെ ആകർഷിക്കുന്ന കളനാദത്തോടു കൂടിയതാണ് ഭഗവതിയുടെ, അല്ലെങ്കിൽ ആ സുന്ദരിയുടെ എന്താ കളനാദമേ പറഞ്ഞിട്ടുള്ളൂ. കളനാദ നിസ്സനത്തോടെ കിലുങ്ങുന്ന കിങ്കിണികളുള്ള കാൽച്ചിലമ്പ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഭഗവതിയുടെ കാൽച്ചിലമ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കളനാദം ഉണ്ടാക്കുന്നത് ഇപ്പൊ എന്താ? ഭഗവതിയുടെ മഞ്ജീരം എന്ന് പറഞ്ഞാൽ കാൽച്ചിലമ്പ്. ഭഗവതിയുടെ കാൽച്ചിലമ്പ്. ക്വാണം എന്നാ പറയാ, കിലുങ്ങുക. അതിന് എന്താ ക്വാണം എന്നും ക്വണം എന്നൊക്കെ പറയും.
മലയാളത്തിൽ പറഞ്ഞാൽ കൊണിക്കുന്നത്, കൊണിക്കുന്നത്. അതെല്ലാം നല്ല പ്രയോഗം കേട്ടോ, മോശം പ്രയോഗമൊന്നുമല്ല. മോശം പ്രയോഗമൊന്നുമല്ല. ശരി. കാൽച്ചിലമ്പ് കൊണ്ട് അലങ്കരിക്കപ്പെട്ടവൾ. അനങ്ക വീര തൂണീര ദർപ്പോന്മഥന ജംഘിക എന്നോട് പറയാം. അനങ്ക വീര തൂണീര ദർപ്പോന്മഥന ജംഘിക. അതായത് അനങ്കൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ, അനങ്കൻ. അനങ്കന്റെ തൂണീരം എന്ന് പറഞ്ഞാൽ അറിയാലോ, തൂണീരം എന്ന് പറഞ്ഞാൽ ആവനാഴി, ആവനാഴി, ആവനാഴിക്ക് പറഞ്ഞ തൂണീരം. കാമദേവന്റെ തൂണീരം, ആവനാഴിയുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്ന, കാമദേവന്റെ തൂണീരത്തിന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്ന തുടകളോടുകൂടിയവൾ. ഭഗവതിയുടെ തുടയെ വർണ്ണിക്കുകയാണ് ഇവിടെ. കരിശുണ്ടാല കദളീകാന്തി തുല്യോരു ശോഭിനി. കരി ശുണ്ടാല കദളീകാന്തി തുല്യോരു ശോഭിനി. കരിശുണ്ടാലം, കരി എന്ന് പറഞ്ഞാൽ അറിയാം ആന, ശുണ്ടാലം എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ, തുമ്പിക്കൈ. കരിശുണ്ടാലം. ഇത്രയും കഷ്ടപ്പെട്ട് എഴുതണോ? തർക്ക വാക്ക് നമ്മൾ പഠിച്ചില്ലേ? കരിശുണ്ടാലം എന്നൊക്കെ പറഞ്ഞാൽ തൃശ്ശൂർക്കാർക്കാണത് കേൾക്കേണ്ടത്. ശുണ്ടാലം ഒരു പുതിയ വാക്ക് കിട്ടി. ആനക്കാരൊക്കെ തൃശ്ശൂർക്കാരാ. ശരി. ആനയുടെ തുമ്പിക്കൈയിനോടും കദളിവാഴയോടും തുല്യമായ തുടകളാൽ ശോഭിക്കുന്നവൾ. ഭഗവതിയുടെ തുടകളെ വർണ്ണിക്കുക. ഒരു തുട ആനയുടെ തുമ്പിക്കൈ പോലെയാണെങ്കിൽ മറ്റേ തുട കദളിവാഴയുടെ തണ്ടു പോലെയാണ്, കദളിവാഴ പോലെയാണ്. അത്രയും ഗംഭീരമായ, മനോഹരമായ, വിശാലമായ തുടകളോട് കൂടിയവൾ. എന്തിനാ ഇങ്ങനെയൊക്കെ വർണ്ണിക്കുന്നത്? കാല് വർണ്ണിച്ച് മനസ്സിലായി. അതിന്റെ മൗലിക തന്നെ വർണ്ണിച്ചു പോയപ്പോ അതിലൊരു അഭംഗിയായൊരു, അത് ശ്ലീലാശ്ലീലങ്ങളെയൊക്കെ അതിര് ലംഘിക്കുന്നതല്ലേ? അതൊക്കെ അങ്ങനെയൊക്കെ ആകാവോ? ചോദിച്ചോളൂ കേട്ടോ, വിരോധമൊന്നുമില്ല. അത് അവനവനോട് ചോദിച്ചോളൂ, എന്നോട് ചോദിക്കണമെന്നല്ല, അവനവനോട് ചോദിച്ചോളൂ. ഇത് ഞാൻ എഴുതിയതല്ല. ശരി. അരുണേന ദുസ്പർശേന തനീയസ ദുകൂലേന അലങ്കൃത നിദംപാഢ്യ ജഗനാഭോഗഭാസുര. അരുണവർണം ഉള്ളതും കൈകൊണ്ട് തൊടാൻ എളുപ്പമല്ലാത്ത തനീയസ നിർമ്മലവും നേർത്തതും ദുകൂലം പട്ടുകൊണ്ട് അലങ്കൃത നിദംപാഢ്യ തൊടാൻ സാധിക്കാത്തതും മനോഹരമായതും നിർമ്മലമായതുമായ പട്ടുകൊണ്ട് അലങ്കരിക്കപ്പെട്ട നിതംബത്തോടുകൂടിയവൾ. ഭഗവതിയുടെ നിതംബത്തെ വർണ്ണിക്കുന്നത്. ജഗനാഭോഗഭാസുര. ജഗനത്തിന്റെ വലുപ്പം കൊണ്ട്, അതായത് ഭഗവതിയുടെ നിതംബത്തിന്റെ വലിപ്പം സൗന്ദര്യത്തിന്റെ ലക്ഷണമായിട്ടാണ് പറയുന്നത്. സൗന്ദര്യശാസ്ത്രം സ്ത്രീയുടെ സൗന്ദര്യത്തിന്റെ ലക്ഷണമായിട്ടാണ് പറയുന്നത്. അപ്പോ അതായത് സൗന്ദര്യത്തെ അതിന്റെ അത്യുത്തമമായ അവസ്ഥയിൽ, അതിൽ ഉത്കൃഷ്ടമായ അവസ്ഥയിൽ വർണ്ണിക്കുമ്പോൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സൗന്ദര്യം ഏതാ? ആ സൗന്ദര്യം മുഴുവനും ഭഗവതിയിൽ കാണുന്നു. ശരി. നവമാണിക്യ സന്നദ്ധ ഹേമ കാഞ്ചി വിരാജിത. നവമാണിക്യ സന്നദ്ധ ഹേമ കാഞ്ചി വിരാജിത. നവമാണിക്യം, പുതിയ രത്നങ്ങളെ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഹേമകാഞ്ചി. ഹേമം എന്ന് പറഞ്ഞാൽ സ്വർണം, കാഞ്ചി എന്ന് പറഞ്ഞാൽ അരഞ്ഞാണം. അപ്പോ പുതിയ സ്വർണങ്ങളെ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ പൊന്നരഞ്ഞാണം, അങ്ങനെ പറയാം, പൊന്നരഞ്ഞാണം വിരാജിക്കുന്ന നതനാഭി മഹാവർത്ത ത്രിവല്യൂർമി പ്രഭാജരി. നതനാഭി മഹാവർത്ത ത്രിവല്യൂർമി പ്രഭാജരി. അപ്പൊ ഭഗവതിയുടെ അരയിൽ എന്തുണ്ട്, അല്ലെങ്കിൽ നാഭിദേശത്ത് എന്തുണ്ട്? അതിമനോഹരമായ സ്വർണ്ണ പൊന്നരഞ്ഞാണാണ് ഭഗവതിയുടെ നാഭിക്ക് ചുറ്റുമുള്ളത്, അല്ലെങ്കിൽ ഞാണ് കിടക്കുന്നത്. അപ്പൊ നാഭിയെ വർണ്ണിക്കുകയാണ്. എങ്ങനെയാണ്? നതനാഭി,
അതായത് നല്ലതുപോലെ കുഴിഞ്ഞിരിക്കുന്ന നാഭി, ആഴം കൂടിയ നാഭി സൗന്ദര്യത്തിന്റെ ലക്ഷണമായിട്ടാണ് പറയണത്. ആ നാഭിയില് 3 വരകൾ ഉണ്ടെന്നാ പറഞ്ഞത്. നാഭിയുടെ ഞൊറി ഉണ്ടാവില്ലേ, പൊക്കിളിന്റെ ഞൊറി, അതിന് 3 ഞൊറികളാണുള്ളത്. അത് സാമുദ്രിക ലക്ഷണപ്രകാരം അത് സൗന്ദര്യത്തിന്റെ ഉത്തുംഗാവസ്ഥയാണ് അത് കാണിക്കുന്നത്. ആ ഞൊറി എന്താന്നാ പറയണത്? അതായത് വലിയ വലിയ ഒരു ചുഴിയിലുള്ള എന്താണ് ഓളങ്ങളാണ്. വൻ ചുഴിക്കുള്ളിലെ ഓളങ്ങളെ പോലെയുണ്ട് ഭഗവതിയുടെ നാഭിയിലുള്ള 3 ഞൊറികൾ എന്ന്. എത്ര സൂക്ഷ്മമായിട്ടാ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഇതൊക്കെ കാണാണ്ട് എഴുതാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാകത്തത്. നമ്മളാണ് ഈ പ്രാന്ത് പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നു ഇല്ല ഇതെല്ലാം കണ്ടിട്ട്? ഇത് എഴുതിയ ആൾക്ക് പ്രാന്ത് പിടിച്ചില്ല, കാരണം ഇത് കണ്ടതാരാ? ശിവനാ. ആ പാരമ്പര്യം എങ്ങനെയാണ് നമ്മിലേക്ക് വരണം നോക്കൂ. ശരി, അടുത്ത് പറയാണ് സ്തന കുഡ്മല കാന്തോളൻ മുക്താദാമശതാവൃത. സ്തന കുഡ്മല കാന്തോളൻ മുക്താദാമശതാവൃത. സ്തനകുഡ്മളം, കുഡ്മളം എന്ന് പറഞ്ഞ മുട്ട് അഥവാ സ്തനങ്ങളാകുന്ന മുട്ടുകളിൽ ആ ഇളകുന്ന മുക്താദാമശതം. മുക്തം എന്ന് പറഞ്ഞ മുത്ത്, മുക്താവിദ്രുമഹേമനീലധവള, ഗായത്രിയുടെ ധ്യാനത്തിലുള്ളതാ. ആദ്യത്തെ മുത്തുപോലെ, മുത്തിന്റെ നിറം, മുക്തം എന്ന് പറഞ്ഞ മുത്ത്. അഥവാ നിരവധി മുത്തുമാലകൾ ഞാന്ന് കിടക്കുകയാണ് ഭഗവതിയുടെ സ്തനങ്ങളിൽ. സ്തനങ്ങളെ മറച്ചിരിക്കുന്നത് എന്താണ്? മുത്തുമാലകളാണ്, വലിയ മുത്തുമാലകൾ. മുത്തുമാലകളാൽ ആവരണം ചെയ്യപ്പെട്ട മാറിടം. അതിപീവര വക്ഷോജ ഭാരഭംഗുരമധ്യഭൂ. അതിപീവര വക്ഷോജ ഭാരഭംഗുരമധ്യഭൂ. അതിപീവരം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വലിപ്പം കൂടിയ, തടിച്ചാന്നൊക്കെ അർത്ഥമാണ്. നല്ലതുപോലെ വലിപ്പം കൂടിയ മാറിടങ്ങളുടെ ഭാരം കാരണം വളഞ്ഞ മധ്യഭാഗത്തോടു കൂടിയവൾ. മാറിടങ്ങളുടെ, അതായത് ഈശ്വരിയുടെ മാറിടം, അതായത് എന്താ പറയാ, ഉയർന്ന മാറിടമാണ് ഭഗവതിയുടേത് എന്ന് സിന്ദൂരാരുണ വിഗ്രഹം എന്ന 1ാമത്തെ ധ്യാന ശ്ലോകത്തിൽ നിങ്ങളെ പഠിപ്പിച്ചു. മാത്രമല്ല ഭഗവതിയുടെ മാറിടങ്ങളുടെ വർണ്ണന വളരെ വിസ്തരിച്ച് തന്നെ എവിടെയുണ്ട്? ലളിതാ സഹസ്രനാമത്തിലുണ്ട് അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഉയർന്ന മാറിടത്തിന്റെ പ്രത്യേകത? അതായത് ഒരു കുഞ്ഞിന്റെ അഭയമാണ് തനിക്ക് അനുഭവിക്കുവാനുള്ള ആനന്ദരസത്തിന്റെ, ജ്ഞാനാനന്ദരസം നിറച്ചിരിക്കുന്ന കുശകുംഭങ്ങളാണ് ഭഗവതിയുടെ മാറിടമായി പറയുന്നത്. അപ്പൊ ആ ജ്ഞാനരസത്തിന്റെ ഭാരം കൊണ്ട് വളഞ്ഞിരിക്കുന്ന മധ്യഭാഗം. മനസ്സിലായി? ശരി. ശിരീഷ കോമള ഭുജ. ഇനി പറയാണ് കൈകളെ പറ്റി പറയണം, ഭുജങ്ങളെ പറ്റി പറയാണ്. എങ്ങനെയാണ്? നെന്മേനി വാഗപ്പൂവ് പോലെ മൃദുവായ ഭുജങ്ങളോടുകൂടിയവൾ. ഇനിയിപ്പൊ നെന്മേനി വാഗപ്പൂവ് ഏതാന്ന് ചോദിക്കരുത്, ഇതൊക്കെ പച്ച മലയാള. നെന്മേനി വാഗ ഏതാന്നൊക്കെ. ശരി, നെന്മേനി വാഗപ്പൂ പോലെ മൃദുവായ കൈകളോട് കൂടിയവളും കങ്കണാങ്കദശാലിനി. വള, അങ്കദം എന്ന് പറഞ്ഞ തോൾവള, കങ്കണം എന്ന് പറഞ്ഞ വള, അങ്കദം എന്ന് പറഞ്ഞ തോൾവള അളഞ്ഞിട്ടുള്ളവളും. സോർമികാങ്കുലി, ഊർമികം എന്ന് പറഞ്ഞാൽ മോതിരം അണിഞ്ഞിട്ടുള്ളവളും, അണിഞ്ഞ വിരലോട് കൂടിയവളും. ഉന്മൃഷ്ട ശംഖസുന്ദരകന്ധര. നല്ലതുപോലെ ശുദ്ധീകരിക്കപ്പെട്ട ശംഖിനെ പോലെ സുന്ദരമായ കഴുത്തിനോട് കൂടിയവൾ. ശുദ്ധീകരിക്കപ്പെട്ട ശംഖ്, മനസ്സിലായി? ശുദ്ധീകരിക്കപ്പെട്ട ശംഖ്. ശരി, അത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണു? ശുദ്ധീകരിക്കപ്പെട്ട ശംഖ്, ഇവിടെ കഴുത്താണ് വിവക്ഷ, കഴുത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? ഉള്ളിൽ കലർപ്പും മാലിന്യങ്ങളും തടസ്സങ്ങളുമുള്ള ശംഖിൽ നിന്ന് സുന്ദരമായ നാദം പുറത്തേക്ക് വരില്ല. അപ്പൊ എന്തുകൊണ്ട് ഭഗവതിയുടെ കഴുത്ത് ശുദ്ധീകരിക്കപ്പെട്ട ശംഖാണെന്ന് പറഞ്ഞിരിക്കുന്നു നമുക്ക് മനസ്സിലായി.
ശുദ്ധീകരിക്കപ്പെട്ട ശംഖ് പോലെയായിരിക്കണം ഒരു സാധകന്റെ കഴുത്ത്. മുഖദർപ്പണ വൃന്ദാഭ ശിബുക. മുഖമാകുന്ന കണ്ണാടി, അതിന്റെ വൃന്ദം എന്ന് പറഞ്ഞ ഞെട്ട്, വൃന്ദം ഞെട്ട്. അപ്പൊ മുഖമാകുന്ന കണ്ണാടിയുടെ ഞെട്ടായിട്ടുള്ള ചിബുകം, ചിബുകം എന്ന് പറഞ്ഞ താടി, ചിബുകം എന്ന് പറഞ്ഞ താടി. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു എന്നാണ് തോന്നുന്നത്. സൗന്ദര്യലഹരിയിൽ ഭഗവാൻ, സൗന്ദര്യലഹരിയിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ശിവൻ തന്റെ മുഖം നോക്കാൻ വേണ്ടി ഭഗവതിയുടെ മുഖമാകുന്ന കണ്ണാടി ഭഗവതിയുടെ താടിയിൽ പിടിച്ച് തന്റെ മുഖം നോക്കിയെന്ന്. നമ്മൾ വിചാരിച്ചു കൃഷ്ണനാണ് വലിയ കാമുകൻ. ശിവൻ എന്ന് പറയുന്ന കാമുകന്റെ മുമ്പിൽ കൃഷ്ണനൊന്നും അല്ലാട്ടോ. നമുക്ക് കൃഷ്ണനെ അറിയുന്നു, അതുകൊണ്ടാണ്. ഇത് പലർക്കും ഇഷ്ടമായിട്ടുണ്ടാവില്ല, പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യല്ലോ. ശരി, അടുത്ത് പറയണം. പാടലാധര. പാടലം വെളുപ്പ് നിറഞ്ഞ ചുവപ്പ്, വെളുപ്പ് നിറഞ്ഞ ചുവപ്പ് നിറത്തോടു കൂടിയ ചുണ്ടുകളോട് കൂടിയവൾ. കുന്ദകുഡ്മല സച്ഛായ ദന്തദർശിത ചന്ദ്രിക. കുന്തകുഡ്മളം, കുന്തം എന്ന് പറഞ്ഞാല് കുന്തം, കുന്തം ഈ കുന്തല്ല, കുന്തം എന്ന് പറഞ്ഞാല് കുന്തം മുല്ലപ്പൂ, മുല്ലപ്പൂ, മുല്ലപ്പൂ. കുഡ്മളം എന്ന് പറഞ്ഞാൽ മൊട്ട്, കുഡ്മളം മൊട്ട്. മുല്ലപ്പൂ മൊട്ടുകളുടെ നിറങ്ങളോട് കൂടിയ പല്ലുകൾ. ഭഗവതിയുടെ മോഹിനിയുടെ പല്ലുകളെ കുറിച്ച് പറയാണ്. എവിടെയോ ഈ ലളിതാസഹസ്രനാമത്തിലും പറയുന്നുണ്ട് ഈശ്വരയുടെ പല്ലുകളെ കുറിച്ച്, ഓർമ്മയുണ്ടോ? ദ്വിജപങ്ക്തിദ്വയോജ്വല, എവിടെയോ കേട്ടിട്ടുണ്ട്. അത് ഭഗവതിയുടെ പല്ലിനെ കുറിച്ചാണ് പറയണത്. അതിന് പല്ലിനെ അവിടെ ദ്വിജൻ എന്നാ പറഞ്ഞിരിക്കണത്. പല്ല് ദ്വിജന, രണ്ടാമത് ജനിക്കുന്നവനാ. ആണോ അല്ലയോ? എന്റെ നിങ്ങളുടെയും പല്ല് രണ്ടാമതുണ്ടായതല്ലേ? അപ്പൊ ഇനി ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വാക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കണത്. ആരെങ്കിലും തല്ലി ചോദിച്ചാൽ ഇനി വരില്ല, അപ്പൊ അതുകൊണ്ടാണ് സൂക്ഷിച്ച് സംസാരിക്കണം എന്നുള്ളത്. ശരി, അപ്പൊ ഇവിടെ മുല്ലപ്പൂ മൊട്ടിന്റെ സൗന്ദര്യത്തോടു കൂടിയ ആ പല്ല് ചിരിക്കുമ്പോഴോ ചന്ദ്രിക, നിലാവ് പരത്തുന്ന പുഞ്ചിരിയാണ്. മുല്ലപ്പൂ മൊട്ടുകളുടെ നിറത്തോടു കൂടിയ പല്ല്. എന്നാൽ ആ മോഹിനി ചിരിക്കുമ്പോഴോ എല്ലായിടത്തും നിലാവ് പരക്കുന്നു. സ്ഥൂല മൗക്തിക സന്നദ്ധ നാസാഭരണ ഭാസുര. നല്ലതുപോലെയുള്ള മുത്തുകൊണ്ട് കെട്ടപ്പെട്ട, അത് നല്ലതുപോലെ മുത്തു ചേർത്തുണ്ടാക്കിയിട്ടുള്ള മുക്കുത്തി അണിഞ്ഞവൾ. താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുര, അല്ലെ? നക്ഷത്രങ്ങളുടെ ശോഭയെ വെല്ലുന്ന മുക്കുത്തി ധരിച്ചവളെ എന്റെ അമ്മേ ദേവി. ദിവസം നിങ്ങൾ ചൊല്ലുന്നതാണ്. അവിടെ ഭഗവതിയുടെ മുക്കുത്തിയെ വർണ്ണിക്കുകയാണ്. ശരി, കേത കാന്തർദളദ്രോണി ദീർഘവിലോചന. കേതകാന്തദളദ്രോണി ദീർഘവിലോചന. കേതകം എന്ന് പറഞ്ഞാൽ കൈതപ്പൂ. കൈതപ്പൂവിന്റെ ഉള്ളിലുള്ള ദളം, കൈതപ്പൂവിന്റെ ഉള്ളിലുള്ള ചെറിയ ദളം, അത് എങ്ങനെയാ പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞാല് ചെറിയൊരു തോണിയുടെ ആകൃതിയിലുള്ള ആണ് കൈതപ്പൂവിന്റെ ഉള്ളിലുള്ള. കൈതപ്പൂ കണ്ടിട്ടില്ലേ? കൈതപ്പൂവിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നീണ്ടു കിടക്കുന്ന ഒരു തോണിയെ പോലെയാണ് അതിന്റെ ഉള്ളിലുള്ള പുഷ്പത്തെക്കാട്. അങ്ങനെ നീണ്ടിരിക്കുന്ന കണ്ണുകളോട് കൂടിയവൾ. അതിദീർഘമായ ലോചനം. പണ്ട് ഒരു തോലൻ എന്ന് പറയുന്ന ഒരു കവിയാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. രാജാവിന്റെ ഭാര്യയെ കുറിച്ച് കവിത എഴുതാൻ പറഞ്ഞപ്പോ ഒരു കവിത, തേനത്ത മൂക്കി കുയിലൊത്ത പാട്ടി ദരിദ്ര ഇല്ലത്തെ യവാകു പോലെ നീണ്ടിട്ടിരിക്കും നയനദ്വയത്തി എന്ന് പറഞ്ഞു. രാജ്ഞിക്കാകെ ദേഷ്യം പിടിച്ചു. എന്നെ കുറിച്ച് ഇമാരി തോന്നിയ ദിവസം പറയാനോ?
തേനൊത്ത മുക്കി അല്ലെ, ആ കുയിലൊത്ത വാക്കി, കുയിലിനെ പോലെ വാക്ക് പറയുന്നവളെ, അതാണ് ദരിദ്ര ഇല്ലത്തെ യവാകു പോലെ നീണ്ടിട്ടിരിക്കും നയനദ്വയത്തി. ദരിദ്ര ഇല്ലത്ത്, അതായത് ദരിദ്രന്റെ വീട്ടിലെ യവാഗ് എന്ന് പറഞ്ഞാൽ കഞ്ഞി, യവാഗു എന്ന് പറഞ്ഞാൽ കഞ്ഞി. ഈ ദരിദ്രന്റെ വീട്ടിലെ കഞ്ഞി എങ്ങനെയായിരിക്കും? അതിൽ വല്ല വച്ചുണ്ടാവുമോ? ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടാവും, സ്വർന്നുണ്ടാവും അല്ലെ, നീണ്ടു വരാൻ. അപ്പൊ ദരിദ്ര ഇല്ലത്തെ യവാഗ് പോലെ നീണ്ടിട്ടിരിക്കും, അത് മനോഹരമായ കണ്ണെന്നർത്ഥം. പക്ഷെ ഉപയോഗിച്ച വാക്ക് എന്താ? ദരിദ്ര ഇല്ലത്തെ യവാഗ്. ശരി, ഇങ്ങനെ കുറെ രസങ്ങളുണ്ട്. എന്നിട്ട് തിരിച്ച് സംസ്കൃതത്തിൽ മഹാ ഒരു തല്ലിപ്പുളി ഇത് കിട്ടിക്കൊടുത്തു. സംസ്കൃതത്തിന്റെ അമിതമായ സ്വാധീനത്തെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഒരു കവി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ശരി, ഇവിടെ പറയണത് ദീർഘമായ ലോചനം. അർദ്ധേന്ദു തുലിതേ ഭാലെ, അർദ്ധചന്ദ്രനോട് തുല്യമായ നെറ്റി. അർദ്ധേന്ദു തുലിതേ ഭാലദേശ്, അർദ്ധചന്ദ്രന്റെ സമാനമായ നെറ്റിത്തടത്തോടു കൂടിയവൾ. അഷ്ടമീ ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത, അതന്നെ ഇവിടെ പറയണത്. അഷ്ടമിചന്ദ്രനെ പോലെയുള്ള നെറ്റിത്തടത്തോടു കൂടിയവൾ. എന്താ? സമ്യക് ക്ലിപ്താല കക്ഷട, നല്ലതുപോലെ വയ്ക്കപ്പെട്ട ആ നെറ്റിയില് എങ്ങനെയാണ് അളകങ്ങൾ ഇങ്ങനെ വീണ് കിടക്കുന്നു. അളകം എന്ന് പറഞ്ഞാൽ കുറുനിര, ഭഗവതിയുടെ മുടി. കുറുനിര എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കുറുനിര, അളകങ്ങൾ. ഈശ്വരിയുടെ അല്ലെങ്കിൽ മോഹിനിയുടെ മുടി ഇങ്ങനെ നെറ്റിക്ക് ഇങ്ങനെ അലങ്കാരമായിട്ട് ഇങ്ങനെ ഞാന്നിങ്ങനെ കിടക്കുക. ശരി, പാലീവതംസ മാണിക്യ കുണ്ടലാമണ്ഡിത ശ്രുതി, കാതുകൾ എന്താണ്? ആഭരണമായി അണിഞ്ഞിട്ടുള്ള മാണിക്യ കുണ്ടലങ്ങൾ, മാണിക്യം കൊണ്ടുള്ള ആഭരണങ്ങൾ ആണ് ഭഗവതി ധരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കാതുകളോട് കൂടിയവൾ. നവകർപ്പൂര കസ്തൂരി സമാമോദിത വീട്ടിക, നവകർപ്പൂര കസ്തൂരി സമാമോദിത വീട്ടിക, പുതിയ കർപ്പൂരം കൊണ്ടും കസ്തൂരി കൊണ്ടും നല്ലതുപോലെ ചേർത്തുണ്ടാക്കിയിട്ടുള്ള വെറ്റില മുറുക്കുന്നവൾ. ഇതും കേട്ടിട്ടുണ്ട് അല്ലേ? ലളിതാശ്രമത്തിലുണ്ടോ? ഭഗവതിയുടെ വെറ്റിലയെ കുറിച്ച്, കഴിക്കുന്ന വെറ്റിലയെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഏടെ പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രനാമം എടുത്ത് നോക്കിക്കോളൂ, കാണാം കേട്ടോ. ശരി, സ്ഫുരത് കസ്തൂരി തിലക, നല്ലതുപോലെ തിളങ്ങുന്ന കസ്തൂരി തിലകം ചാർത്തിയവൾ, കസ്തൂരി തിലകം ധരിച്ചവൾ. നീലകുന്തള സംഹതി, നീല നിറമാർന്ന മുടിച്ചുരുളോട് കൂടിയവൾ. ഈ നീല നിറമാർന്ന, അതായത് നീലകുന്തളം എന്ന് പറഞ്ഞാല് സാധാരണഗതിയിൽ നീല എന്നുള്ളതിന് സാധാരണ നീല എന്നർത്ഥം. പക്ഷെ കറുപ്പിന്റെ ഗാഠതയാണ് ഇവിടെ നീല എന്ന് പറയുന്നത്. കറുപ്പിന്റെ ആഴം കൂടിയ കറുപ്പിന് ഇവിടെ നീല എന്ന് പറയും. മനസ്സിലായല്ലോ? അല്ല, മഴ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ പലരുടെയും മുടി കറുത്തിട്ടാണല്ലോ, അതൊക്കെ ഒരു കറുപ്പ്. നീലകുന്തളമാവണം. അപ്പോ അതെന്നുവെച്ചാൽ അങ്ങനെ ഇത് ആഴം കൂടിയ, ഗാഠത കൂടിയ കറുപ്പിനാണ് ഇവിടെ നീലം. ഭഗവതിയുടെ മുടി ആഴം കൂടിയ, എന്തായാലും പറയാ, ആഴം എന്നൊക്കെയല്ലേ പറയാ. അല്ല, ഉള്ളുള്ള മുടി എന്നൊക്കെ പറയില്ലേ? ഉള്ളുള്ള മുടി എന്നൊക്കെ ഒരു കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. ശരി, അപ്പോ കൂടിയവളും. സീമന്തരേഖ വിന്യസ്ത സിന്ദൂര ശ്രേണിഭാസുര, നല്ലതുപോലെ പൊട്ട് ധരിച്ചവൾ. സ്ഫുരചന്ദ്ര കലോത്തംസ, നല്ല ചന്ദ്രക്കലയാകുന്ന ശിരോലങ്കാരത്തോടു കൂടിയവൾ, ചന്ദ്രക്കലയാകുന്ന അലങ്കാരത്തോടു കൂടിയവൾ. സർവ ശൃംഗാരവേഷാഢ്യ, എല്ലാ ശൃംഗാരവേഷങ്ങളും ധരിച്ചിരിക്കുന്നവൾ. സർവാഭരണഭൂഷിത, എല്ലാ ആഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നവൾ. ഇത്രയും പറഞ്ഞത് ഇപ്പൊ എന്തിനാ മനസ്സിലായി? ഇളകാത്ത ശിവനെ എങ്ങനെയാണ് ഇളക്കിയത് എന്ന് നമുക്ക് ഒരു മനസ്സിലാവണ്ടേ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ഇതൊക്കെ നിങ്ങളൊന്ന് ഈ അർത്ഥമൊക്കെ ഒന്ന് എഴുതി വെച്ച് ഒന്ന് ഭാവനയിൽ കാണുക. ആരിളകില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. ശരി, അപ്പോ ആ ഭാഗം ഇവിടെ കഴിഞ്ഞു. നമുക്ക് ഇനി
അതിനുശേഷം എന്താ ഉണ്ടായി നമുക്ക് നോക്കാം. അത്രയല്ലേ നമ്മൾ നോക്കിയത്. അടുത്തതിലേക്ക് പൊക്കൂടെ? റെഡിയാണല്ലോ. താമിമാം കന്തുക ക്രീഡ പരാമാലോലഭൂഷണാം ദൃഷ്ട്വാ ക്ഷിപ്രമുമാം ത്യക്ത്വാ സോന്വധാവധേശ്വരഃ. അതെല്ലാം കഴിഞ്ഞിട്ട് പറയാം. ഗൃഹീത്വാ കഥമപ്യേന മാലിലിംഗമുഹുർമുഹുഃ ഉദ്ധൂയോദ്ധൂയ സാപ്യേനം ധാവതി സ്മ സുദൂരതഃ. പുനർഗൃഹീത്വാ താമീശ കാമം കാമവശീകൃതഃ ആശ്ലിഷ്യദതി വേഗേന തദ്വീര്യം പ്രച്യുതം തദാ തത സമുദിതോ ദേവോ മഹാശാസ്താ മഹാബലഃ അനേകകോടിദൈത്യേന്ദ്ര ഗർവനിർവാപണക്ഷമഃ തദ്വീര്യബിന്ദു സംസ്പർശാത് സാ ഭൂമിസ്തത്ര തത്ര ച രജതസ്വർണവർണാഭൂത് തത്ക്ഷണാദിന്ദ്യമർദ്ധന തത്രൈവാന്തർധതേ സാപി ദേവത വിശ്വമോഹിനി നിർവൃത സഗിരീശോപി ഗിരിം ഗൗരീ സഖോ യയൗ. ഒരു അന്ധം ആയിട്ട് നിർത്താപ്പിച്ചിട്ടാണ് അവിടെ നിർത്തിയത്. നോക്കാം. താമിമാം കന്തുക ക്രീഡ. കന്തുകം എന്ന് പറഞ്ഞാല് കന്തുകം പന്ത് 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 പന്ത്. കന്തുക ക്രീഡ എന്ന് പറഞ്ഞാൽ പന്തടിച്ച് കളിക്കുക. ആര്? ഇങ്ങനെയൊക്കെ ശൃംഗാര വേഷമൊക്കെ ധരിച്ച് ഈ രൂപത്തിലൊക്കെ നിന്നതും പോരാ, പന്ത് തട്ടി കളിക്കുക. മനസ്സിലായി? ഇനി നിങ്ങൾ ആരെങ്കിലും വൈശാലി എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഭരതനും എം ടി എഴുതിയ കവിതയ്ക്ക് ഭരതൻ നൽകിയ വ്യാഖ്യാനമാണ് വൈശാലി എന്ന് പറഞ്ഞ സിനിമ. 89 മറ്റോ ഇറങ്ങി തോന്നുന്നു. അതില് ഋഷ്യശൃംഗൻ തന്നെ തോന്നുന്നു. ഋഷ്യശൃംഗൻ എന്ന് പറയുന്ന ബ്രഹ്മചാരിയെ മോഹിപ്പിക്കുവാൻ വേണ്ടി ഒരു ദേവദാസിയെ ആയിട്ടുള്ള യുവതിയെ പറഞ്ഞയക്കുന്നുണ്ട്. അതൊന്നും എടുത്ത് കണ്ടോക്കൂ. ആ ഭാഗം എടുത്ത് കണ്ടോക്കൂ. അതിൽ ഏതാണ്ട് ഈ ലക്ഷണങ്ങളൊക്കെയാണ് ആ യുവകുമാരനെ അവന്റെ ബ്രഹ്മചര്യത്തിൽ അല്ലെങ്കിൽ ആകർഷിക്കാൻ വേണ്ടി മോഹിനി എങ്ങനെയാണോ ഈ പുരാണത്തിൽ മോഹിനിയെ പറഞ്ഞിരിക്കുന്നത് അതേമാതിരിയാണ് പന്ത് തട്ടി കളിക്കുന്നത് വരെ നിങ്ങൾക്ക് അതിൽ കാണാം. ശരി. കന്തുക ക്രീഡാം ആലോലഭൂഷണാം താം ഇമാം ദൃഷ്ട്വാ. പന്ത് തട്ടി കളിക്കുന്നോണ്ട് ആഭരണങ്ങളൊക്കെ ഒന്ന് ഇളകുന്നുണ്ട്. ആരുടെ? മോഹിനിയുടെ. താം ഇമാം ദൃഷ്ട്വാ, അങ്ങനെയുള്ള അവളെ കണ്ടിട്ട്. അവളെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു ചുമർചിത്രം ഉണ്ടായിരുന്നു, പന്ത് തട്ടി കളിക്കുന്ന ദേവിയുടെ, മോഹിനിയുടെ ഒരു ചുമർചിത്രം ഉണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചാൽ നന്നായി. ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഭാവന കിട്ടാത്തവർക്ക് ഒരു ഭാവനയും വരാത്തവർക്ക് കണ്ടില്ലേ? പന്ത് തട്ടി കളിക്കുന്ന മോഹിനിയെ കണ്ടില്ലേ? ശരി. സഹ ഈശ്വരൻ ക്ഷിപ്രം ഉമാം തെക്വാ അതിശീഘ്രം. ഇനിയാണ് ഇവിടെ നമുക്ക് നിങ്ങൾക്ക് ഒരു പക്ഷേ ഇഷ്ടമല്ലാത്ത കാര്യം കേൾക്കാൻ പോണത്. സൈശ്വര ശിവൻ ഉമാം ത്യക്വാ, ഉമയെ വിട്ട് അന്വധാവത്, അവളുടെ പിന്നാലെ ഓടിപ്പോയി. ഉമയെ വിട്ട് മോഹിനിയുടെ പിന്നാലെ ഓടിപ്പോയി. ശരി. കഥമപി ഏനാം ഗൃഹീത്വാ. ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. ഇത് എഴുതിയ ഋഷിയുടെ നമിച്ചേ പറ്റൂ. കഥമപി ഏനാം ഗൃഹീത്വ, ആ മോഹിനിയെ എന്തൊക്കെയോ ചെയ്ത് മുഹു
ആലിലിംഗ, വീണ്ടും വീണ്ടും കെട്ടിപ്പിടിച്ചു. ശിവൻ ഉമയെ വിട്ട് മോഹിനിയുടെ പിന്നാലെ പോയി എന്തൊക്കെയോ ചെയ്ത്, എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ വീണ്ടും വീണ്ടും കെട്ടിപ്പിടിച്ചു. അപ്പോൾ വീട്ടിൽ കെട്ടിപ്പിടിച്ചു. അപ്പോ മോഹിനി എന്നാ പിന്നെ കെട്ടിപ്പിടിച്ചോടെ നിർത്തുക. എന്താണ് ചെയ്തത്? മോഹിനി എന്താ ചെയ്ത് കാണിച്ചു തരാം. സാ അപി ഏനം ഉദ്ധൂയ ഉദ്ധൂയ സുദൂരതഃ ധാവതി സ്മ. മോഹിനി എന്താ ചെയ്തെന്നറിയോ? സ അപി ശിവനെ ഉദ്ധൂയ ഉദ്ധൂയ തള്ളി, മാറിക്കോ, മാറി നിൽക്കോ, മാറി നിൽക്കോ എന്ന് പറഞ്ഞ തള്ളി തള്ളി സുദൂരത, വളരെ അകലെ ഓടിപ്പോയിന്ന്. ശിവൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് വീണ്ടും വീണ്ടും. മുഹു മുഹു ഉദ്ധൂയ ഉദ്ധൂയ സുദൂരത, ദൂരത്തേക്ക് മാറ്റിയിട്ട് അവള് ഓടിപ്പോയി. കാമവശീകൃത ഈശഃ, ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക, കാമവശീകൃത ഈശഃ, കാമനാൽ നല്ലതുപോലെ വശീകരിക്കപ്പെട്ട ശിവൻ താം, അവളെ പുനഃ ഗൃഹീത്വ, വീണ്ടും ഗ്രഹിച്ചു, വീണ്ടും ഗ്രഹിച്ചു. അതിവേഗേന കാമം ആശ്രിഷൻ, അതിയായ കാമാവേശത്തോടുകൂടി അവളെ വീണ്ടും പുണർന്നു. ആരെ? ത്രിപുര സുന്ദരി അഥവാ ലളിതയെ വീണ്ടും പുണർന്നു. തഥാ തദ്വീര്യം പ്രച്യുതം, അതോടുകൂടി ശിവന്റെ വീര്യം സ്ഖലിച്ചു. രേതസ് ശിവനിൽ നിന്നും പുറത്തേക്ക് പോയി. ഇതാണ്. അപ്പോ ഇതൊക്കെ അക്ഷരാർത്ഥത്തിലല്ല എടുക്കേണ്ടത്, യൗകികാർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ശ്രദ്ധിക്കണം. അതല്ലാണ്ട് ഇത് എന്താ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള കാമകേളിയായിട്ടൊക്കെ ഇതിനെ വർണ്ണിച്ചാൽ, ഇതിനെ കണ്ടാൽ നിങ്ങളുടെ ലക്ഷ്യം മുഴുവൻ മാറിപ്പോവും. പിന്നെ വേറൊരു, അതായത് ഇതിനെ ശരീരത്തിന്റെ തലത്തിൽ മനസ്സിലാക്കുന്നവർ അവിടെ നിൽക്കും, അവിടെ നിൽക്കും. ആന്തരിക സൗന്ദര്യത്തിന്റെ തലത്തിൽ മനസ്സിലാക്കുന്നവർ അകത്തേക്ക് കയറി പോകും. എവിടേക്ക് പോകണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. എവിടേക്കാ പോകേണ്ടത് നമുക്ക് തീരുമാനിക്കാം. ഹൈ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ കയറി പോവാ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ കയറി പോവാ? അപ്പോഴോട് മായ എന്നൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? മായ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട്. മായയ്ക്കൊരു അർത്ഥം പറയും വേദാന്തത്തില്. യാ മാ സ മായ, ഇതാ അർത്ഥം പറയാ. യാ മാ സ മായ. യാതൊന്നാണോ മാ ഇല്ലാത്തത്, സ അത് മായ, മായയാകുന്നു. ഉള്ളതെന്ന തോന്നൽ ഉണ്ടാക്കുന്നതും എന്നാൽ യഥാർത്ഥത്തിൽ ഇല്ലാത്തതുമായിട്ടുള്ളത് എന്താണോ അതിന് മായ എന്ന് പറയുന്നു. വല്ലാത്തൊരു കൊടുക്കാൻ ഈശ്വര. ശരി. അപ്പോ ഞാൻ ഈ ഭാഗം കഴിഞ്ഞിട്ട് നിർത്താം. അപ്പോ മഹാബലഃ അനേക കോടി ദൈത്യേന്ദ്ര ഗർവ നിർവാപണക്ഷമഃ, ആ ഭഗവാന്റെ, ഈശ്വരന്റെ രേതസ്സിൽ നിന്നും കോടിക്കണക്കിന് അസുരന്മാരുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നതിന് ശക്തിയുള്ള, ശ്രദ്ധിക്കണേ, കോടിക്കണക്കിന് അസുരന്മാരുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നതിനുള്ള ശക്തിയോടുകൂടിയ മഹാശാസ്ത സമുദിതഃ, ശാസ്താവ് ജനിച്ചു. ശാസ്താവ് ജനിച്ചു. ഇനി നിങ്ങള് കാഞ്ചീപുരത്ത് പോവാം. കാഞ്ചീപുരത്ത് സാക്ഷാൽ കാമാക്ഷി അമ്മയുടെ ശ്രീകോവിലിന്റെ നേരെ പിന്നിൽ ഒരു ഗർഭഗൃഹമുണ്ട്. എല്ലാരും അത് അറിയില്ല ആളുകൾക്ക്, അങ്ങനെ ഗർഭം ഉള്ളതായിട്ട്. കാമാക്ഷിയെ തൊഴുവാനുള്ള ഓട്ടത്തിനിടയ്ക്ക് വേറെ ശ്രദ്ധിക്കില്ലല്ലോ നമ്മള്. കാമാക്ഷി അമ്മയുടെ ഗർഭഗൃഹത്തിന് നേരെ പിന്നിൽ ഉയർന്ന ഒരു സ്ഥലത്ത് ഒരു ഗർഭഗൃഹമുണ്ട്, ഒരു ശ്രീകോവിലുണ്ട്. അവിടെ ആരാ ഉള്ളത്? കാമാക്ഷി അമ്മയുടെ പുത്രനായ സാക്ഷാൽ ശാസ്താവായിരിക്കുന്നത്. പൂർണ്ണയും പുഷ്കലി രണ്ട് ഭാര്യമാരുണ്ട്.
അപ്പൊ സംശയായി. അപ്പോ ഇനി നിങ്ങള് ഞാൻ ദേവി ഉപാസകനാ, ഈ അയ്യപ്പൻ എന്നൊക്കെ പറയുന്ന താരതമ്യേന ഒരു പുതിയ ഒരു ദൈവമല്ലേ? 100 കൊല്ലം 700 കൊല്ലമൊക്കെ പഴക്കല്ലേ ഉള്ളൂ. ഞാൻ എന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് വർഷം പാരമ്പര്യമുള്ള ഒരു ശ്രീവിദ്യ സമ്പ്രദായത്തിലാണ് ഞാനുള്ളത്. ഞാൻ വൈ ഷുഡ് ഐ ഗോ ടു ശബരിമല എന്ന് എങ്ങാനും ആരെങ്കിലും ചിന്തിക്കണ്ടെങ്കിൽ ഇപ്പൊ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കണം. ശബരിമലയിലൊക്കെ പോകുന്നവർ ആനന്ദത്തോടു കൂടി പൊക്കോളൂ, പരമാനന്ദത്തോടു കൂടി പൊക്കോളൂ. ശാസ്താവിനെയാണ് തൊഴുന്നത്. അത് അച്ചൻകോവിലാണെങ്കിലും ശരി, കൊളത്തൂപ്പുഴയാണെങ്കിലും ശരി, ആര്യങ്കാവാണെങ്കിലും ശരി, ആനന്ദത്തോടു കൂടി പൊക്കോളൂ. സാക്ഷാൽ ത്രിപുരസുന്ദരി തന്നെയാണ് ശാസ്താവായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ശരി. എന്നിട്ട് പറയാൻ അഗസ്ത്യനോട്, തദ്വീര്യ ബിന്ദു സംസ്പർശാത് സാ ഭൂമി തക്ഷണാത് തത്ര തത്ര രജത സ്വർണവർണ്ണ അഭൂത്. ഭഗവാന്റെ വീര്യം പതിച്ചത് കാരണം ഭൂമിയിൽ സ്വർണവും വെള്ളികളും ഉണ്ടായി എന്ന് ആണ് ഇവിടെ പറഞ്ഞത്. ശരി, ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. വിശ്വമോഹിനി സാ ദേവത അപി തത്ര ഏവ അന്തർധതേ. ഇത്രയും ആയപ്പോൾ അപ്പോ സംശയായി. ശിവന്റെ രേതസ്, ശിവനിൽ നിന്ന് രേതസ് പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞു, ശാസ്താവ് ജനിച്ചു എന്നും പറഞ്ഞു. ഇപ്പൊ പറയണു വിശ്വമോഹിനി സാ ദേവത അപി തത്ര ഏവ അന്തർധതേ. വിശ്വമോഹിനിയായ ഭഗവതി ലളിത അവിടെ നിന്നും അന്തർധാനം ചെയ്തു. അപ്പോൾ വിശ്വമോഹിനി സാക്ഷാൽ ലളിതാ പരമേശ്വരി പ്രസവിച്ചവനാണ് ശാസ്താവ് എന്ന് മനസ്സിലായുവല്ലയോ? ഇനി സംശയമൊന്നും വേണ്ട. സാക്ഷാൽ ലളിതാ പരമേശ്വരിയുടെ പുത്രനാണ് ശാസ്താവ്. അപ്പോൾ അമ്മയുടെ ഗുണം പുത്രന് ഉണ്ടാവുമല്ലയോ? പുത്രനെ തൊഴുതാൽ അമ്മയ്ക്ക് തൃപ്തി ആവുമല്ലയോ? ആലോചിച്ചോളൂ. സ ഗിരീശഃ അപി നിർവൃതഃ ഗൗരീസഖഃ ഗിരിം യയൗ. ഇത്രയുമായപ്പോൾ നിർവൃതിയെ ശാന്തനായിക്കൊണ്ട് പാർവതീ സമേതനായി ഭഗവാൻ കൈലാസത്തിലേക്ക് മടങ്ങി. ഇത് എന്താന്ന് പറഞ്ഞാൽ അതിനിഗൂഢമായ ഒരുപാട് കാര്യങ്ങളെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കഥയാണത്. ഒരുപാട് നിഗൂഢമായ കാര്യങ്ങളെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന. തൽക്കാലം ഇതിന്റെ ബാഹ്യഭാഗങ്ങൾ, ബാഹ്യാകാരമെങ്കിലും നല്ലതുപോലൊന്നും മനസ്സിലാക്കും, ഒന്ന് പഠിക്കൂ. എന്നിട്ട് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചത് ആഗമകാലമാണ്. ഞാനത് പറഞ്ഞു തോന്നുന്നത് ആദ്യത്തെ ക്ലാസ്സിൽ. ഒരു വിഷയം പഠിക്കണമെങ്കിൽ 4 കാലങ്ങളുണ്ട്. ആഗമകാലമുണ്ട്, അതായത് ഒരു ജ്ഞാനം നമ്മിലേക്ക് വരുന്ന കാലത്തിന് പറയുന്ന പേര് ആഗമകാലം. 2 സ്വാധ്യായ കാലം, ആ വന്ന അറിവിനെ നമ്മൾ നന്നായി പ്രയത്നിച്ച് വളർത്തുന്ന കാലം, അതൊരു സ്വാധ്യായം എന്നാ പറയാ. നിങ്ങൾ തനിച്ചിരുന്ന് സ്വാധ്യായം ചെയ്യുക, അർത്ഥത്തെ കുറിച്ച് വിചാരം ചെയ്യുക, അതിന് പറയുന്നവര് സ്വാധ്യായ കാലം. 3ാമത് പഠിപ്പിക്കുന്നത്, ഒരാളോട് ഈ കഥ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചത് 3ാം കാലമാണ്. എന്താണ് അതിന്റെ പറയുന്ന പേര് പ്രവചനകാലം എന്നാണ്. അപ്പൊ ആഗമകാലമായി, സ്വാധ്യായകാലമായി, പ്രവചനകാലമായി. 4ാമത്തതാണ് വ്യവഹാരകാലം, അനുഭവത്തിലേക്ക് വരുന്ന കാലം. അപ്പൊ അപ്പോഴേ അത് പൂർണ്ണമാവുള്ളൂ. 4ാം കാലത്തിലേ പൂർണ്ണമാവുള്ളൂ. മനസ്സിലായി വിചാരിക്കണം. ഇപ്പൊ ആദ്യത്തേത് ആഗമകാല. അയ്യോ, വാട്ട് ഈസ് ദിസ് സംതിങ് ഒന്നും ഇതിനെ പളക്കാൻ നിൽക്കരുത്. ഇപ്പൊ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ഇതിനെ അളക്കാൻ നിൽക്കരുത്. ഇപ്പൊ ആഗമമാണ്, വരുന്നതൊക്കെ അതുപോലെ വരട്ടെ. പിന്നെ സ്വാധ്യായം ചെയ്യുമ്പോൾ കുറച്ചുകൂടി തെളിയും, പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി തെളിയും. ഇപ്പൊ ഞാൻ പഠിച്ച കാലത്തുള്ളതല്ല, എന്നിലേക്ക് അറിവ് വന്ന കാലത്തുള്ളതല്ല ഇപ്പൊ നിന്ന് പുറത്തേക്ക് വരുന്നത്. എൻ്റെത് പ്രവചനകാലമായതുകൊണ്ടാ. മനസ്സിലായി വിചാരിക്കുന്നു. ശരി, തൽക്കാലം ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്തുകയാണ്. ഒരു ശ്ലോകം കൂടി ഒന്ന് ചൊല്ലിയിട്ട് ഞാൻ ഇന്നത്തെ ഈ ഭാഗം അവസാനിപ്പിക്കാം. അതായത് അഥാത്ഭുതമിതം വക്ഷ്യേ ലോപാമുദ്രാപതേ ശൃണോ യന്നകസിദാഖ്യാതം മമൈവ ഹൃദയേ സ്ഥിതം. ഭഗവാൻ പറയണം,
അദ്ഭുതം ഇഹം അഹം വക്ഷ്യേ ലോപാമുദ്രാപതേ ത്വം ശൃണു. ലോപാമുദ്രയുടെ പതിയായ അഗസ്ത്യ, നീ കേൾക്കൂ, ഞാൻ ഒരു അത്ഭുതം നിന്നോട് പറയാൻ പോവാണ്. യത് കസ്യചിത്ത് ആഖ്യാതം, ഇത് ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല. ഇന്നേ വരെ ആരും ആരോടും പറഞ്ഞിട്ടില്ലാത്ത ഒരു അത്ഭുതം ഞാൻ നന്നോട് പറയാൻ പോവാ. മമ ഹൃദയേ ഏവ സ്ഥിതം, ഇത് എന്റെ ഹൃദയത്തിൽ തന്നെ ഉള്ളതാ. ആ രഹസ്യം എന്താ നമുക്ക് നാളെ നോക്കാം. ആ രഹസ്യം എന്താന്നുള്ളത് നമുക്ക് നാളെ നോക്കാം. തൽക്കാലം ലളിതോപാഖ്യാനത്തിന്റെ ആ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു എത്ര സമയം ഇല്ല. ഞാൻ നാളെ സമയമുണ്ടെങ്കിൽ, ഇന്ന് സമയം ഉണ്ടാവുന്ന വിചാരിച്ചത്, ലളിതാ സഹസ്രനാമത്തിലെ 2ാമത് ധ്യാന ശ്ലോകത്തിന്റെ അർത്ഥം പറയാൻ പോവുകയാണ്. ഇന്നിപ്പോ പറഞ്ഞാൽ അങ്ങോട്ട് ആവില്ല. 8:45 അത് പറയാൻ എനിക്ക് കുറച്ച് സമയം വേണം. നാളെ പറയാം. നാളെ ഈ അധ്യായം കഴിയും. അത് കഴിഞ്ഞിട്ടുള്ള സമയം ലളിതാ സഹസ്രനാമത്തിലെ ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായ താക്ഷ്യം എന്നതിന്റെ അർത്ഥവും അതിന്റെ രഹസ്യവും അതിന്റെ ഭാവവും പറഞ്ഞു തരാം. അപ്പോൾ മുടങ്ങാതെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, അത് ഒരുപാട് രഹസ്യമുള്ളതാണ് 2ാമത്തെ ധ്യാന ശ്ലോകത്തിൽ. 1ാമത്തെയും 2ാമത്തെയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ് ആ വ്യത്യാസം? ആദ്യത്തേൽ ചുവപ്പ്, 2ാമത്തേൽ മഞ്ഞ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. 8:30 ശേഷം, അല്ലെങ്കിൽ ഈ അധ്യായം കഴിഞ്ഞ ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. തൽക്കാലം ലളിതോപാഖ്യാനത്തിന്റെ ഇന്നത്തെ കക്ഷ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ശാന്തി മന്ത്രം ചൊല്ലാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീരാം. ഓ